നവവിദ്യാഭ്യാസ നയത്തിന്റെ പേരിൽ തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷാ പഠനം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ആ സംസ്ഥാനത്തു നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെയും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെയും രൂക്ഷമായ എതിർപ്പും പ്രതിഷേധവുമാണ് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. തമിഴ്നാടിന്റെ മേൽ മറ്റൊരു ഭാഷായുദ്ധം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് BJPയുടെയും RSS സംഘപരിവാർ ശക്തികളുടേതുമെങ്കിൽ അതിനും തമിഴ് ജനത തയ്യാറാണെന്ന അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത സന്ദേശമാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ നൽകുന്നത്. തമിഴ്നാട് കേന്ദ്ര സർക്കാരിന് നൽകുന്ന സന്ദേശം ബഹുതല സ്പർശിയാണ്. ഹിന്ദി ഭാഷാ പഠനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് മേൽ നടത്തുന്ന സമ്മർദ്ദത്തിന് ശക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഒരു രാഷ്ട്രം ഒരു ഭാഷ എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ബഹുസ്വരതയെയും വൈവിധ്യത്തെയും തകർത്ത് തൽസ്ഥാനത്ത് ഏകദേശീയതയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിഷ്ഠിക്കലാണത്. സനാതന ധർമ്മത്തെയും ബ്രാഹ്മണ മേധാവിത്വത്തെയും ചെറുത്തു പരാജയപ്പെടുത്തിയാണ് ദ്രാവിഡ പ്രസ്ഥാനം തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിൽ ആഴത്തിൽ വേരോട്ടമുണ്ടാക്കിയത്. അത് മുഖ്യമന്ത്രി സ്റ്റാലിനിൽ നിന്നോ അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന മുത്തുവേൽ കരുണാനിധിയിൽ നിന്നോ ആരംഭിക്കുന്ന ഒന്നല്ല. മഹാന്മാരായ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പാരമ്പര്യത്തിലും സാമൂഹിക വിമോചനത്തിന് വേണ്ടി തമിഴ് ജനതയ്ക്കിടയിൽ നടന്ന ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുമാണ് അത് നങ്കൂരമിട്ടുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തമിഴ് ജനതയുടെ മേൽ അവരുടെ സാംസ്കാരിക പാരമ്പര്യത്തിന് നിരക്കാത്ത ഭാഷയും രാഷ്ട്രീയവും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അനവസരത്തിലുള്ള വിവേകശൂന്യമായ സാഹസികതയായിരിക്കും. ഹിന്ദി ഭാഷാ പഠനം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങളെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ തമിഴ് ജനത ധീരോദാത്തം ചെറുത്തു തോൽപ്പിച്ചതാണ്. ഇന്ന് തമിഴർക്ക് പഴയതുപോലെ വൈകാരികമായ ഹിന്ദി ഭാഷാ വിരോധമുണ്ടെന്ന് കരുതാൻ ന്യായമില്ല. സംസ്ഥാനത്ത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും തമിഴ് ജനത വലിയ തോതിൽ ഹിന്ദി പഠിക്കുകയും ലക്ഷക്കണക്കായ തമിഴർ ഹിന്ദി ബെൽറ്റിൽ പണിയെടുത്ത് ജീവിക്കുകയും ഹിന്ദി ഭാഷ യഥേഷ്ടം ഉപയോഗിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഒരു ജനത എന്ന നിലയിൽ അവരുടെ മേൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ചെറുത്തുനിൽപ്പ് ക്ഷണിച്ചു വരുത്തുന്നത്. തമിഴടക്കമുള്ള ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് ഹിന്ദിയെക്കാളും വികസിതമായ പൈതൃകം സ്വന്തമായി ഉണ്ടെന്ന് അനിഷേധ്യ വസ്തുതയാണ്. ശാസ്ത്ര, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ പഠനങ്ങൾക്കടക്കം ആവശ്യമായ പുസ്തകങ്ങൾ ആ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുകയും അവിടങ്ങളിൽ പഠന ഭാഷ മാതൃകയാവുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവയ്ക്കെല്ലാം തന്നെ മറ്റേത് ഇന്ത്യൻ ഭാഷയോട് കിടപിടിക്കാവുന്ന സാഹിത്യ സമ്പത്തും സ്വന്തമായുണ്ട്. വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഈ സംസ്ഥാനങ്ങൾ ഹിന്ദി സംസ്ഥാനമായുള്ള താരതമ്യത്തിൽ ശ്രദ്ധേയവും ഒരു പക്ഷേ അസൂയാവഹവുമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. വസ്തുത ഇതായിരിക്കെ ഹിന്ദിയുടെ അഭാവം തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളുടെ അവകാശ നിഷേധമായി ചിത്രീകരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അടക്കം നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ കേവലം രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരു രാഷ്ട്രം ഒരു ഭാഷ എന്ന മുദ്രാവാക്യം, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാഷ്ട്രം ഒരു നികുതി, ഒരു രാഷ്ട്രം ഒരു മതം തുടങ്ങി BJP RSS സംഘപരിവാർ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ അപ്പാടെ നിഷേധിക്കുന്ന രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. അതുവഴി തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് രാജ്യത്തെമ്പാടും ഒരേപോലെ വേരോട്ടമുണ്ടാക്കാമെന്ന മിഥ്യാധാരണയിലാണ് അവർ. ഇന്ത്യ ഒരു രാഷ്ട്രം എന്ന നിലയിൽ യൂണിറ്റി ഭരണ സംവിധാനമാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിലും രാജ്യത്തിന്റെ വൈവിധ്യത്തെയും ബഹുസ്വരതയെയും മാനിക്കുന്ന സഹകരണാത്മക ഫെഡറലിസത്തിന് ഏറെ പ്രസക്തിയും പ്രാധാന്യവുമാണ് നമ്മുടെ ഭരണഘടനയും ഭരണ സംവിധാനത്തിന്റെയും അന്തസത്ത. എന്നാൽ കേന്ദ്ര സർക്കാരും BJPയും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്ന നയപരിപാടികൾ ഏറെയും ആ അന്തസത്തയുടെ നിഷേധമായി മാറുന്നു. ഹിന്ദി ഭാഷയുടെ പേരിലുള്ള അനാവശ്യ ദുശ്ശാഠ്യം, ജനസംഖ്യാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ ലോക്സഭ, നിയമസഭാ സീറ്റുകളുടെ എണ്ണം പുനർനിശ്ചയിക്കാനുള്ള തിടുക്കപ്പെട്ട നീക്കം, കേന്ദ്ര ധനവിഭവങ്ങളുടെ പങ്കുവെക്കലിൽ പ്രകടമാകുന്ന അനീതി തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ അനാവശ്യ ഉലച്ചിലിന് കാരണമായിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ കേന്ദ്രഭരണം കൈയാളുന്ന BJP തങ്ങളുടെ നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുപരിയായി രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സമതുലിതവും നീതിപൂർവമായ വളർച്ചയ്ക്കും വികാസത്തിനും ഊന്നൽ നൽകാൻ സന്നദ്ധമാകുന്നത് ദേശീയ രാഷ്ട്രീയ ജീവിതത്തിൽ ശാന്തതയും സാധാരണ നിലയും പുനഃസ്ഥാപിക്കാൻ സഹായകമാവും.